രാവിലെ എണീറ്റ് നേരെ വെള്ളം തിളപ്പിക്കാൻ കയറി. എന്നിട്ട് അടുപ്പ് കത്തിക്കാൻ നോക്കിയിട്ട് അടുപ്പ് കത്താഞ്ഞുകൊണ്ട് ഗ്യാസിലോട്ട് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് അരിയും കൂടെ അങ്ങ് വെച്ച് അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്ത്. വെന്ത് കുനിച്ചിട്ടിട്ട് നേരെ ഇച്ചിരി വിഴുക്കുമായിട്ടാന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊരു 3-4 ഉള്ളായിരുന്നു. ഞാനൊരു കോവച്ചെടി നട്ട് വളർത്തുന്നുണ്ട്. അതിനകത്ത് പോയി നോക്കിയപ്പോൾ ഒരു 6 കൂടെ കിട്ടി. അതെല്ലാം കൂടെ കൊത്തിപ്പൊട്ടിച്ചരിഞ്ഞിട്ട് വേഗം ചുക്കിയെടുത്ത് അടപ്പയിലോട്ട് വെച്ച് കൊടുത്തു. അടുപ്പ് വെച്ച് കഴിഞ്ഞ് പാതി വേവായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുന്നത്, അയ്യോ സവാള ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഞാൻ വേഗം ഒരു സവാളയും കൂടെ അരിഞ്ഞ് അതൊന്നുകൂടെ തട്ടിപ്പൊത്തി ആവിയേറ്റാൻ വെച്ചിട്ട് വേവിച്ചെടുത്ത്. എന്നിട്ട് 2 ദിവസം മുമ്പ് ഞാൻ ഇച്ചിരി മുരിങ്ങയില പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്ന്. അങ്ങനെ ആ മുരിങ്ങയില താളിച്ച് ഒരു കറിയും ആക്കി. മുരിങ്ങയില താളിക്കുന്ന കറി ഉത്തുവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ. മോരുകറി കൂട്ടുന്നതാണ് ആൾ കഴിച്ചോളും. ചില സമയത്ത് ഞാൻ പറ്റിക്കുകയും ചെയ്യും, മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിനകത്ത് നാൾ മുരിങ്ങയില കഴിക്കൂല. അമ്മ കറിവേപ്പിലയെന്നും പറഞ്ഞ് പറക്കി മാറ്റി വെക്കാറാവത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ അവിടെ മീൻ കിട്ടുന്നുണ്ടോ? നമുക്കിവിടെ മീൻ വളരെ കുറവാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളിന്ന് മീൻ കൂട്ടാനും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ വേഗം സോയാബീൻ വറുക്കാനായിട്ട് പോയി. രാവിലെ ആദ്യമേ ഞാൻ സോയാബീൻ എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സോയാബീൻ ഒരു 10 മിനിറ്റ് കുറച്ച് കുരുമുളക് പൊടിയും മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത്. സാധാരണ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് അടച്ചു വെച്ചാൽ വേവിക്കാറ്. ഇന്നെന്തോ ഞാൻ ചിക്കി എടുക്കുന്ന രീതിയിൽ വറുത്തെടുത്തതാണ്. എന്നിട്ട് വേഗം ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി ക്യാരറ്റും വെണ്ടയ്ക്കയും സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് എണ്ണയ്ക്കകത്തുനിന്നിട്ട് വറുത്തെടുത്ത് എണ്ണയ്ക്കകത്തിട്ട് ചിക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് തേങ്ങ പൊതിച്ചതോ തിരുമിയതോ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ആ ഒഴിച്ചേക്കുന്ന വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള റവയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് അത് ഇളക്കി തട്ടിപ്പൊത്തിച്ച് വെക്കി അടച്ചു വെച്ചു. ഒരു 10-15 മിനിറ്റ് അതിനുള്ളിൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കിട്ടും കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ആളെന്നോട് ഓടി വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മേന്ന് ഉപ്പുമാവാണോ ഉണ്ടാക്കിയ, നല്ല മണം വരുന്നുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ നേരെ ആളുടെ പാത്രത്തിനകത്തോട്ട് ചോറ് വിളമ്പാനായിട്ട് പോയി. ഈ ചോറ് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതല്ല കേട്ടോ. വൈകുന്നേരം ഇന്ന് ഞങ്ങൾ കൊട്ടിയൂർ പോകുന്നുണ്ട്. അന്നേരം രാത്രി ട്രെയിനകത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്ന ചോറാണ് ഇത്. അങ്ങനെ ചോറ് പാത്രത്തിനകത്ത് ചോറും എടുത്ത് കോവയ്ക്കത്തോരനും എടുത്ത് ഇച്ചിരി സോയാബീൻ വറുത്തതോടെ എടുത്ത് അടച്ചു വെച്ച് കൊടുത്ത്. ഇത് കുഞ്ഞിന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ചോറാണ് കേട്ടോ. ആൾ പാത്രത്തിൽ മാത്രമേ കഴിക്കൂ, ഇലക്കകത്തൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് പാത്രം കൂടെ എടുത്ത് അതിനകത്ത് നമ്മുടെ മുരിങ്ങയില കറിയും കൂടെ ഒഴിച്ച് അടച്ച് ആളുടെ കുപ്പിയും കഴുകിയെടുത്ത് വെള്ളം എടുത്ത് വെച്ചു. കാരണം അന്നേരം ആളുടെ പാത്രവും കുപ്പിയൊക്കെ ആകുമ്പം നമ്മളാരും ആളെ നോക്കേണ്ടി വരത്തില്ല. തന്നെത്താൻ കഴിക്കുകയും എടുത്ത് വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്തോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ